ന്യൂസ് 16 കേരള. അൽ-അഖ്സ മോസ്കിന് നേരെയും ഇസ്രയേലിന്റെ വ്യോമാക്രമണം, 21 പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടു. സ്ഫോടനത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അൽ-അഖ്സ ആശുപത്രിക്ക് സമീപം മോസ്കിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അൽ-അഖ്സ രക്തസാക്ഷി പള്ളിയും ഇബ്നു റുഷ്ദ് സ്കൂളുമാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത്. രണ്ടിടത്തും നൂറുകണക്കിന് ആളുകളെ പാർപ്പിച്ചിരുന്നതായാണ് റിപ്പോർട്ട്. ഗാസയിലെ യുദ്ധം നാളെ 1 വർഷം തികയാനിരിക്കെയാണ് ഇസ്രയേൽ ഗാസയിലെ മോസ്ക് ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. യുദ്ധത്തിൽ വീടുകൾ തകർന്ന് മോസ്കിൽ അഭയം പ്രാപിച്ചിരുന്നവരാണ് ആക്രമണത്തിനിരയായതെന്ന് പലസ്തീൻ വാർത്താ ഏജൻസി വഫ വ്യക്തമാക്കി. എന്നാൽ ഹമാസിന്റെ താവളമാണ് ആക്രമിച്ചതെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ നിലപാട്. അതേസമയം ലബനനിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചു. ബെയ്റൂട്ടിലെ തെക്കൻ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ജനങ്ങൾക്ക് ഇസ്രയേൽ സൈന്യം നിർദ്ദേശം നൽകി. ഹിസ്ബുല്ലയുടെ പുതിയ മേധാവി ഹാഷിം സഫിയുദ്ദീൻ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ ലബനീസ് അധികൃതർ തള്ളി. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.